നാഷണൽ ഹൈവേ അതോറിറ്റീസ് മലപ്പുറത്ത് പണിഞ്ഞിട്ടുള്ള റോഡ് സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു എന്ന കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ കേട്ടു. നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് KNR കൺസ്ട്രക്ഷൻസ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലിയാണ്. അവരിപ്പോൾ പറയുന്നത് അത് മണ്ണിൻ്റെ ഘടന മോശമായതുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചിരിക്കുന്നത്. ഇതവിടെ മാത്രമല്ല, കേരളത്തിൽ പല ഭാഗത്തും ഇതുപോലെ തന്നെ ഉള്ള പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റീസ് പണിഞ്ഞിട്ടുള്ള റോഡുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ അതുപോലെ പ്രശ്നങ്ങളുണ്ട്, കാസർഗോഡ് അതുപോലെ പ്രശ്നങ്ങളുണ്ട്, കേരളത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. അത് ഇത്രയും നാളും ആരും അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ഥലത്ത് വിള്ളലുണ്ട്, അത് പൊട്ടാൻ എല്ലാവിധ സാധ്യതയുണ്ട്. അതായത് ശാസ്ത്രീയമായ രീതിയിൽ മാത്രമല്ല, അത് പണിയേണ്ടതുപോലെയല്ല റോഡുകൾ പണിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അല്ല പിന്നെ വിള്ളൽ വരില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റിൽ ഇപ്രകാരം വിള്ളലൊക്കെ വന്നാൽ ടൺ കണക്കിന് ഭാരമുള്ള ലോറികളും ട്രക്കുകളും ഒക്കെയാണ് അതിന് മുകളിലൂടെ കയറിപ്പോകുന്നത്. എന്ത് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിലൊക്കെ മനുഷ്യന് യാത്ര ചെയ്യാൻ കഴിയുക? കേരള സർക്കാർ 5600 കോടി രൂപ ഭൂമി ഇനത്തിന് കൊടുത്തിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റീസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് KNR കൺസ്ട്രക്ഷൻസിന് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരള സർക്കാർ ഭൂമി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പണിയുന്നത് മുഴുവനും ഈ കമ്പനിയാണ്. അവർ ഇപ്രകാരം പണിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? റോഡാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരെണ്ണം. റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവിധ വാണിജ്യ വ്യവസായ ക്രയവിക്രയങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുകയുള്ളൂ. ഇത് റോഡിലൂടെ സഞ്ചരിക്കാൻ ആളുകൾ ഭയപ്പെടുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പേർക്ക് ആശങ്കയുണ്ട്. ഇപ്പോൾ മഴയും കൂടെ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ നാശനഷ്ടം ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. KNR കൺസ്ട്രക്ഷൻസിൻ്റെ ന്യായീകരണം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ആർക്കും അറിയില്ല. ലോകത്തിലെല്ലാ രാജ്യത്തും ഇതുപോലെ തന്നെ ഹൈവേസ് പണിയുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈവേസ് പണിയുന്നുണ്ട്. പക്ഷേ മണ്ണിൻ്റെ ഘടന മോശമാണെന്ന് പറഞ്ഞിട്ട് ഒരിടത്തും റോഡ് ഇടിഞ്ഞു വീണിട്ടില്ല. മണ്ണിൻ്റെ ഘടന മോശമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി റോഡ് പണിയേണ്ടത് ആവശ്യമാണ്. അത് അവരുടെ കടമയാണ്. വളരെ ഭയാനകമായിട്ടുള്ള രീതിയിലാണ് റോഡ് പൊളിഞ്ഞിരിക്കുന്നത്. ഒന്നും രണ്ടും ചെറിയ വിള്ളലൊന്നുമല്ല. അത് വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്.